ചെറുകിട ഇടത്തരം കർഷകർക്ക് വരുമാന പിന്തുണ ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയിലെ അതായത് PM കിസാൻ 16-ാം ഗഡു വിതരണം ഈ മാസം 28-ന് അതായത് ഫെബ്രുവരി 28-ന് നടക്കും. കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ കഴിഞ്ഞ ഓഗസ്റ്റിലെ കണക്ക് പ്രകാരം 8.56 കോടി കർഷകരാണ് പദ്ധതി പ്രകാരം ആനുകൂല്യം നേടാൻ യോഗ്യരായിട്ടുള്ളത്. കേരളത്തിൽ 23.41 ലക്ഷം പേരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 15-ാം ഗഡു വരെയുള്ള കണക്ക് പരിശോധിച്ചാൽ കേരളത്തിലെ ഏകദേശം 100% പേർക്കും തുക കിട്ടിയെന്നാണ് PM കിസാൻ പോർട്ടൽ വ്യക്തമാക്കുന്നത്. 1.86 കോടി പേരുമായി ഉത്തർപ്രദേശ് ഏറ്റവും അധികം യോഗ്യതയുള്ള സംസ്ഥാനങ്ങൾ മുന്നിൽ. മഹാരാഷ്ട്രയിൽ നിന്ന് 85 ലക്ഷം കർഷകരും മധ്യപ്രദേശിൽ നിന്ന് 76 ലക്ഷം പേരുമുണ്ട്. പ്രതിവർഷം 2000 രൂപയുടെ 3 ഗഡുക്കളായി ആകെ 6000 രൂപയാണ് കർഷകർക്ക് PM കിസാൻ പദ്ധതിയുടെ ഭാഗമായി വിതരണം ചെയ്യുന്നത്. കർഷകരുടെ ആധാറുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നേരിട്ടാണ് പണം നൽകുന്നത്. ഇക്കഴിഞ്ഞ ബഡ്ജറ്റിൽ ഇത് 8000 മുതൽ 10000 വരെയാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അങ്ങനെ ഉണ്ടായില്ല. സ്ത്രീ കർഷകർക്കുള്ള ആനുകൂല്യമെങ്കിലും കൂട്ടുമെന്ന് സൂചനയുണ്ടായെങ്കിലും അതും ബഡ്ജറ്റിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കിസാൻ പദ്ധതിയിൽ ആരൊക്കെയാണ് യോഗ്യത എന്ന് നമുക്ക് നോക്കാം. 2 ഹെക്ടർ വരെ ഭൂമിയുള്ള കർഷകർക്കാണ് പദ്ധതി പ്രകാരം ആനുകൂല്യം നൽകുന്നത്. ആദായ നികുതി കൊടുക്കുന്നവർ ഈ പദ്ധതിക്ക് അർഹരല്ല. പദ്ധതി രജിസ്റ്റർ ചെയ്തവർക്ക് PM കിസാൻ്റെ വെബ്സൈറ്റ് സന്ദർശിച്ച് യോഗ്യത പരിശോധിക്കാവുന്നതാണ്. അനർഹർക്ക് പണി കിട്ടും. അതേസമയം അനർഹരെ കണ്ടെത്തി നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരുകളോടും ബാങ്കുകളോടും കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവരും അടക്കം PM കിസാൻ ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്ന കാര്യം. കർഷകരെ വഞ്ചിച്ച് നിരവധി ഇടനിലക്കാർ പണം തട്ടുന്നതായും കണ്ടെത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ഏകദേശം 30,416 അനർഹരുണ്ടെന്ന് കണക്ക്. ഇവരിൽ നിന്ന് ആനുകൂല്യങ്ങളെല്ലാം തിരിച്ചു പിടിക്കും. ഇതിനകം 2190 പേർ മാത്രമേ പണം തിരിച്ചടച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് PM കിസാൻ സമ്മാൻ നിധിയെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ.